ഗാലിബ് കേരളത്തിൽ ആർക്കാണ്ട് ആശനെ വിറ്റിട്ട് UAE പോയി, അയാൾക്ക് കാശ് മതിയായിരുന്നു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവരുടെ ഫാമിലി ഫുൾ എന്നെ കണ്ടോ, ജാർഖണ്ഡ് പോലീസ് തെളിയിച്ചതാ ബോഡി പെണ്ണിന്റെ അവിടുത്തെ ഏതോ നദിയിൽ പൊങ്ങി കിടക്കുന്നൊക്കെ അവരുടെ ഒരു അലിഗേഷൻ മാത്രമാണ്. ലവ് ജിഹാദ് എന്തോ ലവ് ജിഹാദാണ്. എല്ലാ ഹിന്ദുവാദികളും അങ്ങനെയുള്ള ആളുകളാണല്ലോ. നമുക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഉറങ്ങാത്ത ദിവസങ്ങൾ വരെ ഉണ്ട്. എല്ലാം കഴിഞ്ഞു, ഇനി ഇവര് പോയി, ഇവര് മരിച്ചു എന്നുള്ളൊരു ഫീലായി. കാര്യം ആ ഒരു ടൈമിൽ ആ പോലീസുകാർ ഇവിടെ ഉണ്ട്, എന്നാലും അവർ ആ ഒരു ചുറ്റുവട്ടത്ത് തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് ടെൻഷനാവും. ഗാലിബിനെ ഇവിടുന്ന് UAE അയക്കാൻ അതിനേക്കാട്ടി റിസ്ക് ആയിരുന്നു. അങ്ങ് ജാർഖണ്ഡിൽ നിന്ന് കേരളത്തിൽ വന്ന് കല്യാണം കഴിച്ച ഖാലിബിനെയും ആശേനും ഓർമ്മയില്ലേ? ഖാലിബ് ഇപ്പൊ ദുബായിലേക്ക് പോയി. ആശ 5 മാസങ്ങൾക്ക് ശേഷം തിരിച്ചു പോകുവാണ്. ഇപ്പൊ അതിനുള്ള എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. ആശയുടെ അന്നത്തെ രക്ഷകരായ അഡ്വക്കേറ്റ് ദയയുടെ അടുത്താണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെ ഇന്ന് ഗയയുടെ അടുത്ത് നമ്മുടെ ആശ വന്നേക്കാണ്. ഹായ് ആശ, സൂപ്പർ. അങ്ങനെ പോവാണല്ലേ? ഗാലിബിന്റെ അടുത്തേക്ക് പോവാണ് അല്ലേ? സാറ്റർഡേ. എങ്ങനെയുണ്ട് കേരളം? ഹൗ ഈസ് കേരള? बहुत अच्छा है. ഇതിനെ നമ്മളെല്ലാം ഭയങ്കര സപ്പോർട്ടീവ് ആണെന്ന്. സപ്പോർട്ടീവ് ആകാൻ പ്രധാനമായിട്ട് ഒരാളും കൂടെ ഉണ്ട്, നമ്മുടെ വക്കീല് ഗയ എന്ന് പറഞ്ഞു. ഞാൻ ഏറ്റെടുക്കുവാണെന്ന് പറഞ്ഞു തന്നെയാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അങ്ങനെ ഏറ്റെടുത്ത കക്ഷീനെ ഇവിടെ നിന്ന് പാക്ക് ചെയ്യുവാണല്ലേ? ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻ. എനിക്ക് തോന്നുന്നില്ല ആരും ഇങ്ങനെ ഇത്രയും നാള് കഷ്ടപ്പെട്ട് ഒരാളെ ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുമെന്ന് തോന്നുന്നില്ല. കാരണം ഏറ്റവും റിസ്ക് ആണ്. ലവ് ജിഹാദാണ് ഇവരുടെ മേൽ ആരോപിച്ചേക്കുന്നത്. മാത്രമല്ല പോലീസും നമ്മുടെ കേരള പോലീസും ജാർഖണ്ഡിൽ നിന്ന് അവിടുത്തെ പോലീസുകാരും വന്നതിന് ശേഷം നമ്മൾ ഓടിച്ചു വിട്ടം തന്നെയായിരുന്നു മൊത്തം വാർത്തകളിൽ വന്നത്. അതിനുശേഷം അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ ധൈര്യമുള്ളവർ കുറവാണ്. എങ്ങനെയുണ്ട് റിസ്ക് എടുത്തിട്ട്? ആക്ച്വലി ഇത് ലവ് ജിഹാദ് അല്ലെന്ന് നമുക്ക് ആദ്യം തൊട്ടേ അറിയാമല്ലോ. അവരുടെ ഒരു അലിഗേഷൻ മാത്രമാണ് ലവ് ജിഹാദ് എന്തോ ലവ് ജിഹാദാണ്. ഒരാണിനും പെണ്ണിനും അല്ലേ, പ്രായപൂർത്തിയായ ആളുകൾക്ക് സ്വന്തമായിട്ട് ജീവിക്കണമെങ്കിൽ അതിന് ജാതി മതം ഒന്നും ഒരു തടസ്സമല്ല. ശരിയായിട്ടുള്ള സ്നേഹമാണെങ്കിൽ ഒന്നിച്ച് പോവുക എന്നുള്ളതേ ഉള്ളൂ. അതിനകത്ത് ജാതി മതം ഒന്നും ഒരു ബാരിയർ ആവരുത് ഒരിക്കലും. അപ്പം ഇതിനകത്ത് ഈ കുട്ടിയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് ഈ പ്രൊട്ടക്ഷൻ ഓർഡറും ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ആളുകൾക്ക് ഇതിനെ നിർത്താനാണേലും അല്ലെങ്കിൽ ഒരു സംരക്ഷണം കൊടുക്കാനാണേലും ആർക്കും ഒന്നും സാധിക്കത്തില്ല. കാര്യം എല്ലാവരുടെ ഉള്ളിൽ ഒരു ഭയമുണ്ട്. കാര്യം എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യുമോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ലാസ്റ്റ് ഞാൻ ഒരുപാട് ഇടങ്ങളിൽ ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ദിവസം നിർത്താമോ, ഒരു 2 ദിവസം കഴിയുമ്പോൾ ഞാൻ കൂട്ടിക്കൊണ്ട് പൊക്കോളാം, 2 ദിവസം ഒന്ന് നിർത്തും. അല്ലെങ്കിൽ വേറൊരു ഈ പോലീസ് പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ആലപ്പുഴയിൽ ഒരു സ്ഥലമുണ്ട്, അവിടോട്ട് വിടുവാണെങ്കിൽ ഈ കുട്ടിക്ക് അവളുടെ ആ ഒരു സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആ ഒരു ഇതിൽ അവളിപ്പോൾ അത്രയും ഓടി വന്നിട്ട് ഇത്രയും ഒരു എന്താ പറയുന്നത് ഹാർഡ്ഷിപ്സ് അനുഭവിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലേ. സോ അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു വേറെ ആരും നോക്കാനില്ലെങ്കിൽ പിന്നെന്താ ഞാൻ തന്നെ നോക്കിയാലല്ലേ പറ്റത്തുള്ളൂ. പട്ടിയും പൂച്ചയൊന്നും അല്ലല്ലോ, വഴി കൊണ്ടുപോയിട്ട് പോകാൻ പറ്റത്തില്ല. സോ ഞാൻ എൻ്റെ വീട്ടില് എൻ്റെ അമ്മയോടും അച്ഛനോടും ആദ്യം പെർമിഷൻ ചോദിച്ചു. എൻ്റെ അമ്മ പറഞ്ഞു ഇങ്ങ് കൊണ്ടുപോവാ, അവളെ എങ്ങും കൊണ്ടുപോയി കളയാൻ പറ്റത്തില്ലല്ലോ, നീ ഇങ്ങ് കൊണ്ടുപോരെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ബിഹാഫില് ഒരാളായി, അതിലൊരു മെമ്പറും കൂടെ കൂടി എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ അച്ഛനും അമ്മയും ബ്രദറും വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഇത്രയും ദിവസം അവൾക്ക് അവളുടേതായിട്ടൊരു റൂം, ഒരു ബാത്റൂം, അവളുടെ സാധനങ്ങൾ, അവളുടെ കുക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം സാധനങ്ങൾ അവർക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിയിൽ തന്നെ അവളുടെ വീട്ടിലെന്നോണമാണ് അവള് അവിടെ നിന്നിരുന്നത്. അപ്പൊ ഇവള് പോകുന്നെന്ന് പറയുമ്പം അവർക്കും എനിക്കും എല്ലാം ഒരു വിഷമമുണ്ട്. കാര്യം ഇതിന് പിന്നിൽ നമ്മൾ ഒരുപാട് ഹാർഡ്ഷിപ്സ് എടുത്തിട്ടുള്ളതാണ്, ഒരുപാട്. അതിപ്പോ ആളുകളോട് നമുക്ക് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞങ്ങൾ ഉറങ്ങാത്ത ദിവസങ്ങൾ വരെ ഉണ്ട്. നൈറ്റിൽ ടെൻഷൻ അടിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും ആരെങ്കിലും വന്ന് കൊണ്ടുപോകും. കാര്യം ആ ഒരു ടൈമിൽ ആ പോലീസുകാർ ഇവിടെ ഉണ്ട്. ആ ഒരു സമയത്ത് ഇവരെ ഞാനൊരു ലോഡ്ജില്, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ലോഡ്ജിൽ സേഫ് ആക്കിയ ഒരു റൂമിലിട്ട്, എന്നാലും അവർ ആ ഒരു ചുറ്റുവട്ടത്ത് തന്നെ ഉള്ളത് കൊണ്ട് നമുക്ക് ടെൻഷനാണ് ഉറങ്ങാൻ. അപ്പം നൈറ്റിൽ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കിയാലോ, അല്ലെങ്കിൽ ഒന്ന് വിളിച്ചാലോ. അപ്പൊ പറയില്ല, സമാധാനമായിട്ട് കിടക്ക്, നമുക്ക് രാവിലെ എന്തായാലും നോക്കാന്നൊക്കെ ഇങ്ങനെ പറയാം. അങ്ങനെ ഓരോ തവണകളും ഗാലിബിനെ ഇവിടുന്ന് UAE അയക്കാൻ അതിനേക്കാട്ടി റിസ്ക് ആയിരുന്നു. കാര്യം അന്ന് നമ്മളുടെ അതായത് ഇവരുടെ ഇന്റർവ്യൂ നമ്മൾ ഹൈക്കോടതി വെച്ച് ഇവരുടെ ഇന്റർവ്യൂ എടുത്തിട്ട്
അന്ന് എന്നോട് പറഞ്ഞിരുന്നു ഗാലിബിനെ ഉടനെ യു എയിലേക്ക് അയക്കും, കൂടെ ഇവരെ അയക്കുമെന്ന് പറഞ്ഞു. ഗാലിബ് പിന്നെ ഒരാഴ്ചത്തോളം ലീവ് എക്സ്റ്റെൻഡ് ചെയ്തു, 1 വീക്ക് 7 ഡേയ്സ്. കാര്യം ഗാലിബിന്റെ പേരിൽ ഇനി എന്തെങ്കിലും ഒരു സർക്കുലർ എന്തെങ്കിലും, അതായത് എയർപോർട്ടിൽ നിന്ന് വല്ല അറസ്റ്റ് ഉണ്ടാവുമോ, ഗാലിബിന്റെ ഈ പാസ്പോർട്ട് എന്തെങ്കിലും കൊണ്ടുപോകുമ്പോൾ എന്തെങ്കിലും അറസ്റ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവുമോ എന്നുള്ള ഭയങ്കര ഒരു ശങ്ക എനിക്കുണ്ടായിരുന്നു. കാര്യം അങ്ങനെ കോമൺ ആയിട്ട് ഉണ്ടാവാറുണ്ട്. കാര്യം ഇങ്ങനെയൊക്കെയുള്ള എലോപ്പിംഗ് കേസുകളിൽ പോലീസുകാരിങ്ങനെ ഒരു രീതി പോയതാണ്. അപ്പൊ ഇവൻ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വളരെ ടെൻഷനായിരുന്നു. അങ്ങനെ ഞാൻ പലരെയും വിളിച്ച് ചോദിച്ചു. ലാസ്റ്റ് ജാർഖണ്ഡിലെ തന്നെ ഒരു ജേർണലിസ്റ്റിനെ വിളിച്ചിട്ട് അയാൾക്ക് 5,000 റുപ്പീസ് കൊടുത്ത് അയാളെ കൊണ്ട് എൻക്വയറി ചെയ്യിപ്പിച്ചു. എൻക്വയറി ചെയ്യിച്ചപ്പോ അതുവരെയും ലുക്കൌട്ട് സർക്കുലർ ഒന്നും ഇറക്കിയിട്ടില്ല എന്നോട് പറഞ്ഞു. എന്നിട്ടും അയാളോട് ഞാൻ റിവീൽ ചെയ്തില്ല എന്തുകൊണ്ടാണ് ഞാനത് ചോദിച്ചെന്നുള്ളത്. കാര്യം ഇനിയിപ്പോ ഇയാൾ അപ്പുറത്തെ കാര്യം എല്ലാ ഹിന്ദുവാദികളും അങ്ങനെയുള്ള ആളുകളാണല്ലോ കൂടുതൽ. അപ്പൊ അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ട് അതിന്റെ വിശദീകരണം ഒന്നും പോയില്ല. അയാൾക്ക് കാശ് മതിയായിരുന്നു. കാശ് വാങ്ങിച്ച് അയാൾ എന്ത് കൊടുത്തു, കാര്യങ്ങളെല്ലാം കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് അയാൾ 3 ദിവസം ടൈം എന്നോട് ചോദിച്ചു. ആ 3 ഡേയ്സിനുള്ളിൽ കാര്യങ്ങളെല്ലാം അറിഞ്ഞു. ഇല്ലാന്ന് അറിഞ്ഞപ്പോ തന്നെ ഗാലിബിനെ പാക്ക് ചെയ്തു. പക്ഷെ എന്നിട്ടും മനസ്സിൽ ഗാലിബ് അവിടെ കേറി, ഗാലിബ് ലൈനിൽ തന്നെ ഇരിക്കുമായിരുന്നു. മറ്റേ ഫ്ലൈറ്റ് കയറുന്നതിന് തൊട്ട് മുമ്പേ കുറെ വെരിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ ടൈമിലെല്ലാം ഞാന് ഇത് ഓൺലൈനിൽ ഇരിക്കും. അപ്പോഴത്തേക്ക് എനിക്ക് പ്രോപ്പറായിട്ട് അതിന്റെ കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്നാലും ഇവൻ എൻ്റെ അടുക്ക പറഞ്ഞു 2 വെരിഫിക്കേഷൻ എന്തോ കഴിയുവാണെങ്കിൽ പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആയപ്പോഴത്തേക്കാണ് എൻ്റെ ശ്വാസം നേരെ വീണ്. അന്ന് തൊട്ടാണ് കുറച്ചൊരാശ്വാസമായി. പിന്നെ ഈ കുട്ടിയുടെ ഓരോരോ കാര്യങ്ങൾ, ഇവൾക്ക് പാസ്പോർട്ട് ഇല്ല. ഇവരുടെ നാട്ടിൽ ഇത് 9 മക്കളാ. ഇങ്ങോട്ട് വാ, ഇതറാവോ. ഞാൻ മലയാളത്തിൽ ഇങ്ങോട്ട് വന്നപ്പോ മനസ്സിലായി മലയാളി. എനിക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ, അതുകൊണ്ടാ. ഫ്രെയിമിൽ നിൽക്ക്, നല്ലല്ലേ, സുന്ദരിയല്ലേ, അടിപൊളിയല്ലേ. ഭയങ്കര നാണമൊക്കെ ഗാലിബിന്റെ അടുത്ത് പോകുന്നതിന്റെ നാണങ്ങളൊക്കെയാ അല്ലേ. ഷൈ തോടാ ക്യോ ക്യാമറയൊക്കെ ഗാലിബിന്റെ അടുത്ത് പോകുന്നോണ്ടാണോന്ന് ചോദിച്ചേ. ഗാലിബിന്റെ അടുത്ത് പോകുന്നോണ്ടാണോ? അതന്നെയല്ല ഞാൻ മലയാളത്തിൽ ചോദിച്ചത്. गालिब के पास जा रहे हैं इसलिए शायद बहुत खुश हूँ इसलिए. ഒത്തിരി സന്തോഷം. ഞാൻ ആശേനെ വീട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിലും സന്തോഷമാണ് പുള്ളിക്കാർക്ക്. പക്ഷെ എന്തൊക്കെയൊക്കെയോ ടെൻഷൻസ് ഉണ്ട്. ഇവരുടെ വീട്ടിൽ തന്നെ ആശ 5ാമത്തെ. ആശയ്ക്ക് താഴെ 3 പിള്ളേരും കൂടെ ഉണ്ട്. 2 ട്വിൻസും ഒരു ബ്രദറും. ഒറ്റ ഒരു മോനേ ഉള്ളൂ, ഒരു ബ്രദറേ ഉള്ളൂ. അപ്പൊ ഇവരുടെ വീട്ടിൽ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും ബർത്ത് സർട്ടിഫിക്കറ്റ്സ് ഇല്ല. അതാണ് പ്രധാനമായ കാര്യം. നമ്മൾ 2025 കാലഘട്ടത്തിൽ അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത്. ഈ ജാർഖണ്ഡ് ഇതുപോലുള്ള സംസ്ഥാനങ്ങളിൽ പല ആളുകൾക്കും പ്രോപ്പറായിട്ട് ആധാർ കാർഡ് ഇല്ല, ജനന സർട്ടിഫിക്കറ്റ്സ് ഇല്ല, അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല. കാര്യം ഇവരെല്ലാം വീട്ടിലാണ് പ്രസവം എടുക്കുന്നത്. ലൈക്ക് പ്രാചീന കേരളത്തിൽ ഉണ്ടായിരുന്ന കുറെ സിസ്റ്റം ഉണ്ടല്ലോ, അതേപോലെ തന്നെ അവിടെ വെച്ച് കുഞ്ഞ് ചത്താലോ ജീവിച്ചു പോയാലോ എല്ലാം അതിന്റെ ഓരോ ലക്ക് പോലെ. അപ്പം ഇവർക്ക് ആർക്കും ബർത്ത് സർട്ടിഫിക്കറ്റ്സ് ഇല്ല. അപ്പൊ ഇവള് BCom വരെ കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് ഇവക്കൊരു ആധാർ കാർഡ് മാത്രം അവരുടെ അച്ഛൻ എന്തോ ഭാഗ്യത്തിന് ചെയ്തു കൊടുത്തു. ഓക്കെ, അതുകൊണ്ട് ആ ആധാർ ഉണ്ടായിരുന്നു. പക്ഷേ ഇവളുടെ എങ്ങാണ്ട് ഒരു 18-19 വയസ്സ്, ഇപ്പൊ 28-29 ഇയേഴ്സ് ഉണ്ട് കുട്ടിക്ക്. അപ്പം ഒരു അപ്ഡേഷൻ ഒന്നും നടത്തിയിട്ടില്ല. പിന്നെ ഇത് വലിയൊരു ടാസ്ക് ആയിരുന്നു. അപ്പം മാരേജ് സർട്ടിഫിക്കറ്റിനകത്ത് നമുക്ക് എന്തായാലും ഒരു കേരളത്തിലെ ഒരു അഡ്രസ്സ് വേണം. ആ അഡ്രസ്സ് റെഡിയാക്കി അവർക്കിപ്പോ കൃത്യമായിട്ട് ഒരു അഡ്രസ്സ് ഉണ്ട് ഇവിടെ കേരളത്തിൽ അഡ്രസ്സ് ഉണ്ട്. അപ്പം ആ ഒരു അഡ്രസ്സ് റെഡിയാക്കി മാരേജ് സർട്ടിഫിക്കറ്റിനകത്ത് ആ അഡ്രസ്സ് ചേർത്തു. കറണ്ട് റെസിഡൻസ് വെച്ചിട്ട് പെർമനന്റ് റെസിഡൻസ് ജാർഖണ്ഡ്, കറണ്ട് റെസിഡൻഷ്യൽ അഡ്രസ്സ് കേരളവും വെച്ചിട്ട് അവളുടെ മാരേജ് സർട്ടിഫിക്കറ്റ് റെഡിയാക്കി. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ആധാറിൻ്റെതായിരുന്നു. ആധാറിനകത്തും എന്താ പറയുക, നമ്മൾ ഈ അഡ്രസ്സ് കൊടുത്തു. പക്ഷെ പ്രോപ്പറായിട്ട് പ്രൂഫ്സ് ഒന്നും ഇല്ലാതെ നമുക്ക് കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അപ്പം മാരേജ് സർട്ടിഫിക്കറ്റിലെ അഡ്രസ്സ് ഇത് വെച്ചിട്ട് സ്പൗസൽ റെസിഡൻസിന്റെ ഒരു ഇത് വെച്ച് അങ്ങനെ അഡ്രസ്സ് ഫുൾ അപ്ഡേറ്റ് ചെയ്തു. ഇത് രണ്ടുമായിട്ട് കാര്യമില്ലല്ലോ. പിന്നെയും പാസ്പോർട്ട് എടുക്കണമെങ്കിൽ ഒരുപാട് കടമ്പകളുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ എന്താണ് ഇവരുടെ അഡ്രസ്സിൽ ഇവർക്ക് കൃത്യമായിട്ടൊരു എന്താണ് വേണ്ടത്. ഏതൊരു നാട്ടിൽ പോയാലും
പെർമനന്റ് ആയിട്ട് അഡ്രസ് ഉള്ളവരല്ലേ അവർ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അതിപ്പോ കേരളത്തിലാണേലും എവിടാണേലും അങ്ങനെ തന്നെ. ഇപ്പൊ അതുകൊണ്ട് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ ദിവസം ഓടി. അപ്പൊ ഈ ഒരു ഗാലിബ് പോയിട്ട് തന്നെ ഇപ്പൊ ഒരു കിतना दिन हो गया गालिब UAE जाकर 5 months. ഗാലിബ് പോയി 5 മാസം വരെയും നമ്മൾ വളരെയധികം എന്താ പറയുന്നത് ഓട്ടത്തിലായിരുന്നു. കെയർഫുൾ അല്ല, കെയർഫുളിന്റെ എന്ന് വെച്ചാല് 24/7 പോലീസ് പ്രൊട്ടക്ഷൻ ഉള്ള ഒരു കുട്ടിയാണ്. ഇപ്പൊ വീട്ടിൽ നിർത്തിയാൽ പോലും എന്റെ ഒരു ഉറപ്പെന്ന് വെച്ചാല് പോലീസ് ഉണ്ട്, പ്രൊട്ടക്ഷൻ ചുറ്റും ആളുണ്ട്. അപ്പം എനിക്ക് കായംകുളം പോലീസ് എസ്പെഷ്യലി അവര് ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുണ്ട് അവര് ഈ കുട്ടിയുടെ ഓരോ കാര്യങ്ങൾക്കും. അപ്പം കൃത്യമായിട്ടുള്ള ഒരു സംരക്ഷണം കിട്ടിയിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്ന്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങള് ഉണ്ടാക്കുമെന്ന് വെച്ചാൽ വലിയൊരു ബാലികേറ മല തന്നെയാണ്. കാര്യം ആരും അറിഞ്ഞുകൊണ്ട് അതിനൊരു അഡ്രസ്സോ കാര്യങ്ങളോ തീർച്ചയായും പറഞ്ഞ പോലെ ഒരാൾ റിസ്ക് എടുക്കില്ല. കാരണം ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമുക്ക് ഉൾട്ടാ ചിന്തിക്കാം. ഇവര് കല്യാണം കഴിച്ചിട്ട് ഇപ്പൊ ഖാലിബിന് അവിടെ ചെന്നിട്ട് വേണ്ടെന്ന് പറയാൻ പറ്റും, ഈ കുട്ടി നിങ്ങളുടെ തലയിലാവും. മനസ്സിലായില്ലേ? നമുക്ക് കുറെ ടെൻഷൻസ് ഉണ്ടായിരുന്നു. ഇല്ലേ, നമ്മള് മനുഷ്യരാണ്, എപ്പോഴും മനുഷ്യരാണ്. ഇനി എന്തെങ്കിലും ഈ കുട്ടിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു മുട്ടുസൂര്യ കൊണ്ടാൽ പോലും നമുക്ക് ടെൻഷനാണ്. നമ്മളുടെ ഉത്തരവാദിത്തത്തിലില്ലായ്മയിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ ഇവരുടെ ഫാമിലി ഫുൾ എന്നെ കാര്യം ഈ കുട്ടി ഗാലിബ് പോയിന്ന് എങ്ങനെയോ അവരറിഞ്ഞു UAE എത്തിന്ന്. അപ്പൊ ആ അറിഞ്ഞ സമയത്ത് ഇവളുടെ ചേച്ചി, എനിക്ക് അവിടുന്ന് കണ്ടിന്യൂസ് കോൾ ഇപ്പോഴും വരുന്നുണ്ട്. ടു ബി വെരി ഫ്രാങ്ക്, ഇവളുടെ കാര്യങ്ങൾ ഇപ്പോഴും നമ്മൾ FIR ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ കോടതിയിൽ ഫയല് ചെയ്തിട്ടുണ്ട്, FIR ക്വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടുന്ന് പോലീസുകാർ ഇപ്പോഴും അതിന് കൗണ്ടർ ഇട്ടേക്കുക. മനസ്സിലായില്ലേ? അപ്പം FIR ക്വാഷ് ചെയ്ത് തരുന്നതിൽ പോലും അവർക്ക് ഭയങ്കര മടിയാ. അതായത് സ്റ്റിൽ ആ FIR എക്സിസ്റ്റൻസ് ഇരിക്കുക. അപ്പൊ ഇപ്പോഴും ഇവരൊരു ചാൻസ് കിട്ടാൻ വേണ്ടിട്ട് ഇരിക്കുക. അപ്പം ഇടയ്ക്ക് ആശയനെ വിളിച്ചിട്ട് അവരുടെ ചേച്ചി എങ്ങനെയോ അത് ആധാർ അപ്ഡേറ്റ് ചെയ്തപ്പം ആദ്യം നമ്പർ മാത്രമേ അപ്ഡേറ്റ് ചെയ്തുള്ളൂ. അപ്പൊ ഇവളുടെ കയ്യില് വാട്സാപ്പ് യൂസ് ചെയ്തോണ്ടിരിക്കുന്ന ആ നമ്പർ അവരുടെ ചേച്ചിയുടെ കയ്യിലെത്തി. അങ്ങനെ വാട്സാപ്പിൽ ഇതിനെ കോണ്ടാക്ട് ചെയ്യും ഓരോ ദിവസം. അപ്പം ഞാനിങ്ങനെ അറിഞ്ഞില്ല, കോണ്ടാക്ട് ചെയ്ത സമയത്ത് ഇവളുടെ അടുക്കല് ഇവിടുന്ന് ആളുകളെല്ലാം വരുന്നുണ്ട്. ഗാലിബ് കേരളത്തിൽ ആർക്കാണ്ട് ആശനെ വിറ്റിട്ട് UAE പോയി അല്ലേ, സെയിൽ കറക്കെ ഗയ ഗാലിബ് ഇങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഇവിടുന്ന് ഇനിയും പോലീസുകാർ അടുത്ത FIR-ഉമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ഇവരുടെ അടുക്ക് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയത്തില്ല എന്താണ് ഈ നിയമം. അവിടെ ഇപ്പോഴും അവളുടെ പേരൻസ് പേടിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇവളുടെ അടുക്ക് ഞാൻ പറഞ്ഞു, നമുക്കിപ്പോ കേരളത്തിലാണ് ആ ഇൻസിഡന്റ്, അഥവാ ഗാലിബ് വിറ്റിട്ട് പോയിട്ടുണ്ടെങ്കിലും കേരളത്തിലാണ് വിറ്റേക്കുന്നത്. അങ്ങനെ ആകുമ്പോ ഇവിടുത്തെയാണ് ജൂറിസ്ഡിക്ഷൻ വരെ ആ ഒരു അധികാരപരിധി അല്ലെങ്കിൽ കേസ്. അത് ജാർഖണ്ഡിലല്ല നിൽക്കുന്നത്. ഇത് മോളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ എടുത്തിട്ടോണ്ട് വരുന്നത്. ഇതിനകത്തൊന്നും കയറി വീടരുത്. നമ്മളിതാ ഞാൻ പറഞ്ഞു അവരെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ പറഞ്ഞു വേണ്ട, അവരിപ്പം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഇവരുടെ കാര്യം നമുക്ക് പറയാനും പറ്റത്തില്ല. വല്ല ലൊക്കേഷനും കണ്ടുപിടിച്ച് എന്റെ വീട്ടിലോട്ട് വരുമോ എന്നുള്ള ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഇതുങ്ങളോട് പറഞ്ഞ് അവരാ വാട്സാപ്പിന്റെ അത് മാറ്റത്തില്ല. ഞാൻ പറഞ്ഞു വാട്സാപ്പ് നമ്പർ ചേഞ്ച് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു നമ്പർ എടുക്കുക, അപ്പൊ അവരാരും അറിയത്തില്ലല്ലോ. അപ്പൊ പറഞ്ഞു ഇല്ല ഇത് ഇരിക്കട്ടെ, അപ്പൊ എന്തെങ്കിലും ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവര് വരത്തില്ല എന്നാണ് ഇവരുടെ വിശ്വാസം. പക്ഷേ ഇതിനു മുന്നേ വേറെ ഇവരാദ്യം വന്ന സമയത്ത് അവന്റെ തന്നെ ഒരു സുഹൃത്തിന്റെ വീട്ടിലായിരുന്നു 2-3 ദിവസം നിന്നിരുന്നത്. ഇവിടെ പ്രശ്നം തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഇവരുടെ മാരേജ് എല്ലാം കഴിഞ്ഞ് ആ വീട്ടിലേക്ക് ഈ പോലീസുകാരെത്തുക, ജാർഖണ്ഡുകാര്. അവരെ അവിടുന്ന് ഫയർ ചെയ്ത് ഞാൻ ഓടിച്ച് കായംകുളത്ത് എത്തിച്ച്. അപ്പൊ തൊട്ടാണ് പിന്നെ ഈ മീഡിയാസ് ഇത് അറിയാൻ തുടങ്ങിയതും ഇവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്ന സമയത്താണ് മീഡിയ അട്രാക്ട് ചെയ്യുന്നതും ഇത്രയും വലിയൊരു കോളുകളൊക്കെ സൃഷ്ടിക്കുന്നതും അല്ല. അത് കഴിഞ്ഞ് അന്ന് തൊട്ട് ഇന്ന് വരെ ഇവരുടെ കാര്യത്തിൽ എന്താ പറയുന്നത് വലിയൊരു ഇപ്പൊ നോക്കുവാണെങ്കിൽ എന്റെ മോളിലാണല്ലോ, ഇവരുടെ പേരൻസ് ആണെങ്കിലും ഇവർക്ക് എന്തെങ്കിലും പറ്റുവാണെങ്കിൽ എന്റെ അടുക്ക് വന്നേ ചോദിക്കത്തുള്ളൂ. തീർച്ചയായും അവർക്ക് അറിയാവുന്ന ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇപ്പോഴും അവരിങ്ങനെ കോണ്ടാക്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന
ടീംസ് ആണ് അവര്. അതുപോലെ തന്നെ നമ്മൾ മലയാളത്തിൽ റിപ്പോർട്ട് ചെയ്ത പല ന്യൂസുകളും അവര് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർ കണ്ടിട്ടുണ്ട്, എന്താണ് ഏതാണ് എല്ലാം തന്നെ. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ സുരക്ഷ മുൻനിർത്തി എന്ന് ഗാലിബിന്റെ അടുത്ത് ചെല്ലുന്നോ അവിടെ നിന്നൊരു വീഡിയോയുടെ ഒരു ഇത് പ്രൊട്ടക്ഷൻ കിട്ടാൻ ഞങ്ങൾ പോലും ഇത് ടെലികാസ്റ്റ് ചെയ്യത്തില്ല. കാരണം അത്രയും നമ്മൾ കരുതുന്ന പോലെയല്ല, ഇത് 2 സംസ്ഥാനങ്ങൾ ഇടപെട്ട ഒരു കേസും കൂടെയാണ്. നമ്മൾക്കൊരു ചെറിയൊരു സ്പാർക്ക് മതി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി. അപ്പം പ്രണയവും ഇതൊക്കെ നമ്മളങ്ങ് മാറും. അപ്പോഴത്തേക്കും പിന്നെ സ്റ്റേറ്റുകൾ തമ്മിലാവും ഇഷ്യൂസ്. നമ്മൾ ഈ പറയുന്ന മനുഷ്യത്വത്തിന്റെ പരമായിട്ട് നമ്മൾ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഈ വന്ന കാലത്ത് നമ്മൾ ഓവറായിട്ട് മനുഷ്യത്വം കാണിച്ചാലും പ്രശ്നമാണ്. പക്ഷെ ഇവരുടെ കേസിൽ എനിക്കിവരെ വിട്ടിട്ട് കാര്യം എന്തോ അറിഞ്ഞുകൊണ്ട് വന്നതാന്നുള്ളൊരു തോന്നലാണ്. ഇല്ലെങ്കിൽ നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒരാളുകൾ 2 ജീവൻ എന്തെങ്കിലും പറ്റിപ്പോയാൽ എന്ത് സംഭവിക്കും. ഇപ്പൊ ഞാൻ ഗയ കണ്ടിരുന്നോന്ന് എനിക്കറിയത്തില്ല. 2 ദിവസം മുന്നത്തെ പത്രത്തില് തമിഴ്നാട്ടിലെ ഒരു ദളിത് യുവാവിനെ, എഞ്ചിനീയറിംഗ് പഠിക്കുന്ന ഒരു യുവാവിനെ ഒരു അപ്പർ കാസ്റ്റിലെ പെണ്ണിനെ സ്നേഹിച്ചുകൊണ്ട് കൊന്നുകളഞ്ഞു. ഇപ്പോഴും ഇങ്ങനെയുള്ള ഒരു ജാതി, അതായത് നമ്മൾ 25-ന് ജാതിയില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷെ തമിഴ്നാട് എന്ന് പറയുന്ന ഒരു, ഞാൻ കള്ളം പറയുന്നില്ല, ഞാനിവിടെ തമിഴ്നാടുവിൽ പോയി കേസ് ചെയ്യുന്ന ഒരു വക്കീലാണ്. തമിഴ്നാട് ചെന്നൈയിലൊക്കെ ഫയലുള്ള എനിക്കുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ താമ്പരം എന്ന് പറയുന്ന ഒരു കോടതിയിൽ എന്റെ ഫസ്റ്റ് ഒരു ഫയലിങ്ങിന് വേണ്ടിയിട്ട് പോയതാ. അപ്പം അവിടെ ചെന്നപ്പോൾ ഉള്ള സിറ്റുവേഷൻ എന്ന് വെച്ചാൽ പ്രാചീനമായിട്ട് ഉള്ള ഒരു രീതിയാണ്. കോടതി പോലും അപ്ഡേറ്റഡ് അല്ല. നിങ്ങൾ ഇവിടെ ഇരുന്ന് ഈ കേരളത്തിന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ ഒരു സംസ്ഥാനം വിട്ട് ആരെങ്കിലും പുറത്തു പോയി എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു കോടതി, നമുക്ക് ഏതൊരു പാവപ്പെട്ടവനും ഏറ്റവും അവസാനം വിശ്വസിക്കുന്ന ഒരിടവാ കോടതി എന്ന് പറയുന്നത്. ആ കോടതി പോലും എന്തല്ല, അപ്ഡേറ്റഡ് അല്ല. തീർച്ചയായും നമ്മളാണെങ്കിൽ നമ്മുടെ രീതിയിൽ അത്ര പദ്ധറ്റിക് ആയിട്ടുള്ള രീതിയിലാണ് അവിടുത്തെ കോടതികൾ. ഒരുവിധം നാട്ടുകൂട്ടം പോലെ തന്നെ ആയിരിക്കും. ഒരു 25 വർഷം ബാക്കിലുള്ള കേരളത്തിലെ ഒരു കോടതിയുടെ സിറ്റുവേഷൻ എന്താണോ അതാണ് ഇപ്പോഴും അവിടെ. മനസ്സിലായില്ലേ? അവിടുത്തെ വക്കീലന്മാർ. അപ്പൊ എനിക്ക് എപ്പോഴും അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ തൽക്കാലത്തേക്ക് ഒരാളെ ആരെങ്കിലും ഒന്ന് പരിചയപ്പെടാം. അപ്പൊ നമുക്ക് പുതുതായിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം മദ്രാസ് ഹൈക്കോർട്ടിലും നമ്മൾ അവിടെയൊക്കെ പരിചയമുണ്ടല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന കുറച്ച് ഡിസ്റ്റൻസ് കൂടുതൽ. അപ്പൊ അവിടെ ഉള്ളവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പൊ അവിടെ തന്നെ ലോക്കലി ഒരു അഡ്വക്കേറ്റിനെ തപ്പാന്ന് വിചാരിച്ചപ്പോ അവിടെ ഉള്ളവർ ഭയങ്കര വക്കീലന്മാരെ തന്നെ പറ്റിക്കുന്ന രീതിയാണ്. അപ്പൊ ഞാൻ ചെയ്യും, നമ്പർ തരാം, ഞാൻ ചെയ്യും, നമ്പർ തരാം എന്നും പറഞ്ഞിങ്ങനെ വരും. അപ്പൊ ഇവരെല്ലാം കാശേ വാങ്ങിക്കത്തുള്ളൂ. അവർക്ക് പ്രൊസീഡിങ്സോ ഒന്നും അറിയില്ല. ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും. ഇപ്പൊ ഒരു പവർ ഓഫ് അറ്റോർണി ചെയ്താൽ പോലും ആ പവർ ഓഫ് അറ്റോർണി അപ്പോയിന്റ് ചെയ്യുന്നതിന് തന്നെ മനസ്സിലായില്ലേ, അവിടുത്തെ പ്രൊസീഡിങ്സ് എല്ലാം ഇവിടെ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസമാണ്. ഇപ്പോഴവർ ആ ഒരു ഓൾഡ് സ്കൂൾ മെത്തേഡിൽ നിന്ന് ഇങ്ങോട്ട് മാറിയിട്ടില്ലെന്നുള്ളതാണ് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ പറയുന്ന ഒരു നാട്ടുകൂട്ടം പോലെ ആയിട്ട് തന്നെ ആയിരിക്കും ഇന്നും അവിടുത്തെ കോടതി. നാട്ടുകൂട്ടമല്ല, അവിടെ ആ ഒരു ബെഞ്ചും എന്താ പറയുന്നത്, ഈ അഡ്വക്കേറ്റ്സും ആ ഒരു ഇതും തമ്മിൽ വലിയൊരു ഇതൊന്നും ഇല്ല. മനസ്സിലായി? ഇതെന്ന് വെച്ചാൽ ഒരു ഡിഫറൻസ് അങ്ങനെയൊന്നും ഇല്ല. അവിടെ എല്ലാം സിംപ്ലി അവിടുത്തെ ലോവർ കോർട്സിന്റെ കാര്യമാണ് പറയുന്നത്, അപ്പർ കോർട്ടിന്റെ അല്ല. എന്ത് പറ്റി? ഈ കുട്ടി മെലിഞ്ഞു പോയല്ലോ. കുട്ടി മെലിഞ്ഞു പോകാന്ന് വെച്ചാൽ ഇവര് ഭയങ്കരമായിട്ടും ബ്യൂട്ടി കോൺഷ്യസ് ആയിട്ടുള്ള ആളുകളാണ്. ഈ കുട്ടിക്ക് ഒരു 70 കിലോയോളം വെയിറ്റ് ഉള്ള ഒരു കുട്ടിയാണ്. അവള് ഒരുപാട് എന്താ പറയുന്നത്, ഫുഡ് കൺട്രോൾ ചെയ്ത് യോഗയും അതുപോലുള്ള കാര്യങ്ങളെല്ലാം മോർണിംഗ് ചെയ്യും. വീട്ടിലാണെങ്കിലും ഒരു റുട്ടീനാണ്. ഗാലിബിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വെയിറ്റ് ലോസ് പ്രോഗ്രാം. है ना गालिब, आपको वेट लॉस करने के लिए कहा है ना? नहीं, तो आप खुद ही कर रहे हैं. അവള് സ്വമേധയാ ചെയ്യുക. കാര്യം ഗാലിബ് मैं थोड़ा सा वेट लॉस कर रही हूँ क्योंकि मेरे को जिम में जाके अपना वेट मसल्स गेन करना है. इस वजह से ഇപ്പം ചെറുതായിട്ട് വെയിറ്റ് ലോസ് ചെയ്യുക. അവിടെ ചെന്നിട്ട് ജിമ്മിൽ പോയി മസിൽ ഗെയിൻ വരുത്താനുണ്ട്. അപ്പൊ ഇപ്പം മേ ബി ഇവര് രണ്ടുപേരും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണെന്നാ പറഞ്ഞേക്കുന്നത്. മേ ബി ഇവരിനി നല്ല നാളത്തെ ഏതെങ്കിലും കിഡിലൻ മാഗസീന്റെ ഈ ജാർഖണ്ഡ് പോലീസ് റോന്തി വെറ്റി നടക്കുന്ന സമയത്ത് ഗാലിബ് ബ്യൂട്ടി പാർലർ. അപ്പൊ ഞാനില്ലേ നെഞ്ച് ഇവരെ വിളിക്കാൻ എനിക്ക് വേറൊരു മീഡിയ ഇല്ല. ഇവരുടെ ഫോൺ എല്ലാം ഓഫാക്കി വെക്കാൻ ഞാൻ പറഞ്ഞതിനനുസരിച്ച് ഇവരത് വെച്ച ഞാൻ എവിടെ പോയി അന്വേഷിക്കും. തിരിച്ചിവരൊരു 7:30 or 8 o'clock എന്തോ ആയപ്പോഴത്തേക്ക് തിരിച്ച് ആ ലോഡ്ജ് റൂമിൽ എത്തിയപ്പോഴത്തേക്ക് എന്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ വന്നിട്ടുണ്ടെന്ന്. ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് ഇനി എനിക്ക് ദേഷ്യം വരും. കാര്യം ഞാൻ ഓരോ നിമിഷവും ചങ്കില് പഞ്ഞു വെച്ചിരിക്കുന്ന
കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ പരിണിത ഫലം എന്തുവാന്ന് ഇവർക്കറിയില്ല. ഇവര് മേ ബി അത്രയും വിചാരിക്കുന്നില്ല. കാര്യം ഞാനുണ്ടല്ലോ എന്നുള്ളൊരു വിചാരമാണ് ഇവർക്ക്. ഞാൻ തന്നെ കിടന്ന് ഉരുകി ഒരു പരുവായിരുന്നു ഒരു ദിവസം. പുള്ളിക്കാരൻ എന്ന് വെച്ചാൽ ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആണ്, ഭയങ്കരമായിട്ട്. അത് മാത്രമല്ല ഇവര് തമ്മിലുള്ള ആ ഒരു ബോണ്ടിങ്. ഇപ്പൊ നമുക്ക് ആളുകളെ കാണുമ്പോൾ നമ്മളും മനുഷ്യരാണ്, നമുക്ക് എങ്ങനത്തെ ഇതാണ് അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കാൻ അധിക സമയമൊന്നും വേണ്ട. നമ്മൾ അവരുടെ കൂടെ കുറച്ച് നാൾ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇവള് ഫുഡ് കഴിച്ചാലേ അവനും അവിടെ ഫുഡ് കഴിക്കത്തുള്ളൂ. കഴിഞ്ഞ ദിവസം ഓഫീസ് ഇനാഗുറേഷൻ, ഇത് പുതിയ ഓഫീസ്, അപ്പൊ ഓഫീസ് ഇനാഗുറേഷന്റെ സമയത്ത് ആശ ഇവിടെ വന്നു. അപ്പൊ 2:30 2 o'clock ഒന്നും ആയിട്ടും കുട്ടി തിരിച്ചെത്തിയില്ല. അപ്പൊ എന്നെ ഇവന്റെ കൂട്ടുകാരനുണ്ടല്ലോ അരുൺ വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി ആശ വല്ലതും കഴിച്ചോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല. അപ്പൊ എന്നോട് എന്നാ കഴിക്കാൻ പറ, അവനും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ഇതെന്താ ഇങ്ങനത്തെ നമ്മളെ പണ്ട് ഇത് നമ്മളൊരു ഇതായിട്ട് പറയുന്നത് കേട്ടോ. പണ്ട് ഞാൻ കേട്ടൊരു ഏറ്റവും വലിയ പ്രണയത്തിലെ ഏറ്റവും വലിയൊരു കോമഡിയാ. കാമുകിയോട് പറയുന്നൊരു ഡയലോഗാ. ചിരിക്കട്ടെ നിങ്ങളുടെ കാര്യമൊന്നുമല്ല. എടി നീ അവിടെ കാന്താരി മുളക് കടിച്ച ആ കടിക്കുന്നതിന്റെ എരിവ് എനിക്കാ കിട്ടും. അതുപോലെയാണല്ലോ ഇവിടെ കഴിച്ചാലേ അവിടെ നിറയത്തുള്ളൂ അല്ലേ. പക്ഷെ അത് ഒരു തരം ഞാൻ പറഞ്ഞില്ല, ഇന്ന് കാലത്ത് ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റസും അതും ഇതും ഒക്കെ നോക്കി പ്രണയിക്കുമ്പോഴും എല്ലാവർക്കും നോക്കുന്നത് ഫിനാൻസും നമ്മളെ നോക്കാനുള്ള ഒരു ഇതാണ്. അപ്പൊ ഈ കുട്ടീനെ ഏതായാലും നന്നായിട്ട് നോക്കുന്നു. അവിടെ നല്ല ബേസിക് പേ തന്നെ ഒരു 1.5 lakhs എബോ അവനുണ്ട്. അവൻ എന്ന് വെച്ചാൽ ആലോചിച്ചോണം, അവന്റെ ഒരു ചൈൽഡ്ഹുഡ് ഒട്ടും നമ്മൾ ആരും ഉദ്ദേശിക്കുന്ന ഇവിടുത്തെ എല്ലാ ആളുകളും ദാണ്ട ഈ കഴിഞ്ഞ ദിവസവും സർക്കാർ സ്കൂളില് എന്തോ കഞ്ഞി വെക്കാനുള്ള അരി എന്തോ ഒരു ഇത് കണ്ടല്ലോ, അതിനകത്തെ പ്രധാന അധ്യാപകൻ സമരം ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു വാർത്ത ഞാനിങ്ങനെ കാണുകയുണ്ടായി. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഭഗവാനെ ഇവരുടെ പോലുള്ള സംസ്ഥാനങ്ങളിൽ ഇതിപ്പം ഓരോ മന്ത്രിമാർക്ക് പോയി നോക്കാൻ പറ്റുമോ സർക്കാർ സ്കൂളിൽ അവര് കൊടുക്കുന്ന ഈ റേഷൻ അല്ലെങ്കിൽ ഇത് ആരെടുക്കുന്ന എന്തെടുക്കുന്നു. അപ്പൊ അയാള് സമരം ചെയ്തിട്ടെ അതിനൊരു ലോജിക്ക് ഇല്ലാത്ത ഓരോരോ കാര്യങ്ങളാണ്. മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ ആലോചിക്കുമ്പോൾ അത് മാത്രമല്ല, ഇവരുടെ നാട്ടിലൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ പഠിക്കണമെങ്കിലും അവർക്ക് ആകെ 2 പുസ്തകം മാത്രമേ ഫ്രീ ആയിട്ട് കിട്ടത്തുള്ളൂ. ബാക്കിക്ക് എല്ലാവരും കാശ് കൊടുത്ത് തന്നെ വാങ്ങിക്കേണ്ട. ഇതേപോലുള്ള ഗാലിബിന്റെ അച്ഛന് മഹാരാഷ്ട്ര, അതായത് മുംബൈയില് ഈ പച്ചക്കറി കച്ചവടമാണ്. അപ്പൊ ഇവൻ അച്ഛനെ ഹെൽപ്പ് ചെയ്യാൻ പോകും. കാര്യം ഇവര് സാമ്പത്തികമായിട്ട് യാതൊരു അടിത്തറയില്ലാത്തതാണ്. അങ്ങനെ ആദ്യം പച്ചക്കറി കച്ചവടം നടത്തി, അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് ക്യാഷ് ഏൺ ചെയ്തുകൊണ്ട് വന്ന് പഠിക്കും അടുത്ത ക്ലാസ്സുകൾ. അങ്ങനെയാണ് അവന് കുറച്ച് ലാഗ് വന്നത്. അതായത് ഇപ്പൊ 2 വർഷം അവൻ പഠിച്ചു കഴിയുവാണെങ്കിൽ അടുത്ത 1 വർഷം ഫുള്ള് ജോലിയാണ്. പിന്നെ സ്പ്രേ പെയിന്റിങ്, അതുപോലുള്ള പല അലൂമിനിയം ഫാബ്രിക്കേഷൻ, അങ്ങനെ പല ജോലികൾ എടുത്താണ് അവന്റെ ഈ മെട്രിക്കുലേഷനും അതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം. അന്നത്തെ ഇന്റർവ്യൂ അവർ പറഞ്ഞിരുന്നു, നമ്മള് ചെന്ന് കയറിയ പോസ്റ്റ് ചെറുതായിരുന്നു. ചെന്ന് കയറിയപ്പോ അവൻ സാധാരണ ഒരു ലേബർ പോസ്റ്റിലായിരുന്നു. പക്ഷെ അവൻ ഇത്രയും വർഷം അവിടെ നിന്ന്, ഓരോ വർഷം അവിടെ നിന്ന് തന്നെ ഓരോരോ കോഴ്സ് പഠിച്ചിട്ട് ഇപ്പൊ അവൻ അതിന്റെ ഏതോ സൂപ്പർവൈസറോ എഞ്ചിനീയറിംഗ്, അതാണ് അതിന് തുല്യമായിട്ടുള്ള ഏതോ ഒരു. അത് മാത്രമല്ല, റീസെന്റ് ആയിട്ട് അവൻ ലൈസൻസും പുതുക്കി. നമുക്കറിയാം ദുബായിൽ ഒരു ലൈസൻസ് പുതുക്കണമെങ്കിൽ മിനിമം ഒരു 2 lakhs എങ്കിലും വേണം. 2 lakhs സംതിങ് എത്രയോ കൂടുതൽ വേണം. അപ്പൊ അത്രയും ഇത് വെച്ചിട്ട് അവൻ ഡ്രൈവിംഗ് ലൈസൻസ് വരെ പുതുക്കി. കാര്യം എന്ന് വെച്ചാൽ അവന് നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഇതിനെക്കാട്ടി ഇപ്പൊ ഇവന് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട്. സോ നെക്സ്റ്റ് ഏതെങ്കിലും ഒരു ഫാമിലേക്ക് അവന് കുറച്ചും കൂടെ സാലറി ബേസ് ചെയ്ത് പോവാൻ വേണ്ടിയിട്ടുള്ള ഇതിന് വേണ്ടിയിട്ടാണ് ഈ ലൈസൻസ് ഒക്കെ പുതുക്കിയത്. ഇപ്പൊ തന്നെ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എല്ലാം ഇവർക്ക് റെഡിയാക്കി. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, അവിടെ സേഫ് അല്ലേ ഇനി അവരവിടെ? അഞ്ചല് നമ്മള് ഇത് കാണുന്ന പല രാജ്യക്കാരും UAE-യിലുണ്ട്. പിന്നെ അവിടുത്തെ നിയമം കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആണ്. പക്ഷെ എങ്കിൽ കൂടിയും ഇവര് അവിടെ സേഫ് ആയിരിക്കില്ലേ? അവരവിടെ സേഫാ. അവർക്ക് അവിടെ നമ്മളുടെ ഈ ഒരു ഇന്ത്യ വിട്ടു കഴിഞ്ഞാല് ഇവര് സേഫാ. ഇന്ത്യയിലേ ഉള്ളൂ, കേരളത്തിലല്ല. ഇന്ത്യയിൽ ഇവര് വേറെ എവിടെയെങ്കിലും പോവായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ന്യൂസ് പേപ്പറിൽ, പിന്നെ ഏതെങ്കിലും ഒരു ന്യൂസ് പേപ്പറിൽ പോലും വരത്തില്ല. ഏതെങ്കിലും ഒരു ഇവിടെ വന്നിരുന്നു ഇവരുടെ ഒരു ജാതിയുടെ, ഇവരുടെ ഏതോ ഒരു ജാതി സൊണാർ എന്ന് പറയുന്ന ഒരു, അതിനകത്ത് ഏറ്റവും ടോപ്പിൽ അതിന്റെ പൊളിറ്റിക്സിലൊക്കെ നിൽക്കുന്ന ഒരാളും കൂടിയാണ് അന്ന് ഇതിനെ പിക്ക് ചെയ്യാൻ ഫസ്റ്റ് ടൈം ഇവിടെ വരുന്നത്. അയാൾ ഞങ്ങളുടെ അടുക്ക പറഞ്ഞ എന്നെ കുറെ ന്യൂസ് ഇങ്ങനെ കാണിച്ചു. അവിടുത്തെ കണ്ടോ, ജാർഖണ്ഡ് പോലീസ് തെളിയിച്ചതാ പൊങ്ങി ബോഡി, പെണ്ണിന്റെ ബോഡി എന്താ അവിടുത്തെ ഏതോ നദിയിൽ പൊങ്ങി കിടക്കുന്നൊക്കെ. അങ്ങനെ തള്ളത്തതേ ഉള്ളടാ കേസുകളെല്ലാം. ഇതും അങ്ങനെ ആയേനി. ഈ കഴിഞ്ഞ ദിവസം ബീഹാറില് ഒരാളെ
ഒരു പ്രതിയാ, അയാള് എന്തോ കുറ്റം ചെയ്തിട്ട് അയാളെ എന്തോ ഒരു എമർജൻസിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു, ICU കയറി വെടിവെച്ചിട്ട് പോയി. അതിന് വേണമെങ്കിൽ ഞാൻ ന്യൂസ് ഷെയർ ചെയ്താൽ ഞാൻ ഇവർക്കത് അയച്ചു കൊടുത്തിരുന്നു. കാര്യം അവിടെ ലൈസൻസ് പോലും ഇല്ലാതാണ് ആളുകൾ തോക്ക് യൂസ് ചെയ്യുന്നത്, ഗൺ യൂസ് ചെയ്യുന്നത് ലൈസൻസ് ഇല്ലാതാ. അപ്പൊ അവിടുത്തെ സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച്, ആർക്കാരെ വേണേലും എന്തും ചെയ്യാം. അവിടെ നിയമങ്ങൾ അങ്ങനെ എന്താ പറയുന്നത്, കാശിന്റെ പുറത്താണ് അവിടെ നിയമം. അപ്പോഴേ സോ ആർ യു ഹാപ്പി? बहुत है एक्चुअली यू आर द मरीमोल ऑफ केरला अല്ലേ? കേരള का बहू है. एक्चुअली यू आर ए केरला का बहू है. ഞങ്ങൾ ആശനെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് അയക്കുക. ഹാപ്പി അല്ലേ? बहुत हैप्पी. ഹാപ്പി है. നെക്സ്റ്റ് പ്ലാൻ नेक्स्ट वेकेशन पे हम केरला आने वाले हैं. ഇനി ഇങ്ങോട്ട് നെക്സ്റ്റ് വെക്കേഷനിൽ കേരളത്തിലേക്ക് വരും. ഇവരുടെ FIR ക്വാഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം കേരളത്തിൽ വരുന്നതിനെ പറ്റി ചിന്തിച്ചാൽ മതി. കാര്യം നമ്മൾ ഇവിടുന്ന് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, നമ്മുടെ ഹൈക്കോടതി പോലെ അല്ല അവിടത്തതും. എൻറ്റയർലി പ്രൊസീഡിങ്സ് വൈസ് കുറച്ച് ഡിഫറൻസ് ഉണ്ട്, മനസ്സിലായി? അപ്പം ഭയങ്കര ടൈം ലാഗ് ആണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം 5 മാസമായി ഞങ്ങൾ ഇത് ഫയൽ ചെയ്തിട്ട് ഇതുവരെയും അതിനകത്ത് ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല. മാത്രമല്ല അവരിപ്പോ ഒരു കൗണ്ടറും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഫയൽ ചെയ്തേക്കോ. ഏതായാലും ഒരു വീഡിയോ കോൺഫറൻസിങ് പോലും അവിടെ എന്താ പറയുന്നത് അലോ ചെയ്യില്ല എന്നാണ്. അവിടെ ഇപ്പൊ ഞാൻ അവിടെ നമുക്കൊരു ലോക്കലായിട്ട് അവിടെ ഒരു അഡ്വക്കേറ്റിനെ നമ്മൾ വെച്ചു. അപ്പൊ എപ്പോഴും നമുക്ക് അങ്ങോട്ട് ഓടിപ്പോ, എനിക്കും സെക്യൂരിറ്റി പ്രശ്നങ്ങളുണ്ട്, അങ്ങോട്ട് ഡയറക്റ്റ് പോയി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആ കുട്ടി പറയുന്നതെന്ന് വെച്ചാല് എന്താ പറയുന്നത്, അവിടെ പ്രൊസീഡിങ്സ് എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു പെറ്റീഷൻ പോലത്തെ പോലും അല്ല, ഫോർമാറ്റ് എൻ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പം ഈ കുട്ടിക്കൊന്നും നമ്മളിവിടെ എന്ത് സ്പീഡായിട്ടാണ് നമ്മുടെ കേരളത്തിൽ ഈ കാര്യങ്ങൾ നടക്കുന്നത്. കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് അത്രയും ഒരു അവയർനെസ് ഉണ്ട്. അത്ര നമ്മള് ആക്ച്വലി ഐ എം വെരി ഹാപ്പി ടു സീ യു വെൻ യു ആർ റീച്ചിങ് Galib, okay? Yes, Galib. തിരുത്തി തരുന്നുണ്ട്. Actually, you are staying in her house. How is the experience? बहुत ज्यादा अच्छा है. उन्होंने अपना फैमिली के जैसे रखा है. उनके जो भाई है वो मेरे को इनसे भी ज्यादा मानते हैं, अपना छोटा बहन जैसा. मैं अगर मेरे को कुछ भी जरूरत है ना, एक बार मैं बोलूंगी उनका भाई रेडी हो जाते हैं करने के लिए. इनकी मम्मी अपना बेटी के जैसा मेरे को रखे हैं, इनके पापा मुझे अपना बेटी के जैसे. वो बोलते हैं कि अब ये आप तुम्हारा फैमिली है. इतना ज्यादा ये लोग सपोर्ट किए हैं और इतना अच्छे से रखे कि मेरे लिए अकेले यहाँ रहना बहुत ज़्यादा मुश्किल हो जाता. लेकिन मैं 5 महीना बिना प्रॉब्लम कर रही हूँ तो सिर्फ इनका और इनका फैमिली के वजह से. ഒറ്റയ്ക്ക് വന്നാലും ഇപ്പൊ ഇവരുടെ അച്ഛനും അമ്മയും ആങ്ങളെ എന്ത് കാര്യം പറഞ്ഞാലും ഗയനെ കഴിഞ്ഞ് നന്നായിട്ട്, അല്ലെങ്കിൽ ഗയനെ കഴിഞ്ഞ് മുന്നേ ഇവർക്ക് വേണ്ടി ഇപ്പൊ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവർക്കൊരു ടെൻഷൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അവിടെ നിൽക്കാനും പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്യാനും പറ്റിയത്. എന്താണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിന്റെ മരുമോളാണ്. അതായത് കേരളത്തിന്റെ മരുമോൾ വെച്ചാൽ കേരളത്തിലെ ആളല്ല കല്യാണം കഴിച്ചെങ്കിലും നമ്മുടെ അടുത്തേക്ക് വന്ന നമ്മൾ അഡ്രസ്സാണ്. നമ്മൾ പറയില്ലേ, അഭയം തേടി വന്നവർ ഒരിക്കലും ആട്ടി ഓടിച്ചൊരു പ്രകൃതമല്ല മലയാളികൾ. മാത്രമല്ല ഇവൾക്ക് പോകാൻ വേണ്ടി ഗാലിബ് ഞങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതിയിട്ട് ഇവർക്ക് പോകാൻ വേണ്ടി ക്യാബ് ബുക്ക് ചെയ്തായിരുന്നു. അപ്പൊ എന്റെ ബ്രദർ അവനോട് വഴക്ക് പറഞ്ഞു. കാര്യം അവളെ അങ്ങനെ എങ്ങനെ ഒരു ക്യാബുകാരന്റെ കൂടെ ഒറ്റയ്ക്ക് അയക്കുന്നത്, ഞാൻ കൊണ്ടുവിട്ടോളാം, വീട്ടിൽ വണ്ടി ഉണ്ടല്ലോ. അപ്പൊ അമ്മയും അച്ഛനും പറഞ്ഞു ഞങ്ങളും വരുന്നു. അപ്പൊ എല്ലാരും കൂടെ ചേർന്നിട്ടാണ് അവരാ പോകുന്നത്. എനിക്ക് അന്ന് വേറെ കുറച്ച് കാര്യങ്ങൾ. അത് മാത്രമല്ല ഇത് ഞാൻ വല്ല ഇമോഷണലി ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. നമ്മളിപ്പം എക്സ്പ്രസ് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല, പക്ഷെ എനിക്ക് ഈ ഒരു ഗുഡ് ബൈ ഭയങ്കര ഒരു കാര്യം. ഈ ഒരു 5 months എന്തൊക്കെയൊക്കെയോ ഒരു അറ്റാച്ച്മെന്റ് അല്ല, വല്ലാതെ ഞാൻ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചേക്കുന്ന ഒരു കിളിക്കുഞ്ഞുങ്ങളുടെ ഒക്കെ ഉണ്ടല്ലോ, അവരെല്ലാം പറന്നു പോകുമ്പോൾ ഉള്ളൊരു ഫീലില്ലേ, ആ ഒരു ഫീലിംഗ് ഒരു വല്ലാത്തൊരു ഫീലിംഗ്. ചില സമയത്ത് എനിക്ക് സങ്കടം വരും. കാര്യം ഞാൻ ആ പോലീസ് സ്റ്റേഷനിൽ ഇവരെ പറഞ്ഞു വിടാമെന്ന് SI പറഞ്ഞ ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ഞാനങ്ങ് കരഞ്ഞ്, എനിക്ക് എല്ലാം കഴിഞ്ഞു, ഇനി ഇവരെ പോയി ഇവര് മരിച്ചു എന്നുള്ളൊരു ഫീലായി. അപ്പൊ ഞാൻ വിളിക്കാനുള്ളതെന്ന് വെച്ചാൽ മാക്സിമം ആളുകളെ ആ ടൈമിൽ ഞാൻ വിളിച്ച് ഹെൽപ്പ് ചോദിച്ചു. അന്ന് പോയി. ലാസ്റ്റ് ഞാൻ എന്നിട്ട് ആ രോഹിത് എന്ന് പറയുന്ന SIയുടെ കാല് പിടിച്ചു പോയിട്ട് ഞാൻ പറഞ്ഞു, പെൺകുട്ടിയെ ചിലപ്പോൾ അവരുടെ വീട്ടുകാർ കുറച്ചും കൂടെ പ്രൊമിനന്റ് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട്, അവിടുത്തെ കുറച്ചുകൂടെ മുൻനിരയിലുള്ള ആളുകളായതുകൊണ്ട് ചിലപ്പോൾ ഒന്നും ചെയ്യത്തില്ലായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പെൺകുട്ടിയെ കൊണ്ടുപോയി, ചെറുക്കനെ എനിക്ക് തരണമെന്ന് പറഞ്ഞു. അപ്പൊ അവര് സമ്മതിച്ചില്ല. അങ്ങനെ DCPയോട് സംസാരിക്കാനെന്നും പറഞ്ഞിട്ട് അയാളുടെ ഫോൺ എൻ്റെ കയ്യിൽ തന്നപ്പോൾ ഞാൻ അയാളുടെ കാല് പിടിച്ചപ്പോഴത്തേക്ക് അയാൾ എൻ്റെ അടുക്ക പറഞ്ഞു, ഓക്കെ
ചെറുക്കനെ നിർത്താം, പക്ഷേ ഏക് ഷർത്ത് എന്ന് പറഞ്ഞു, ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് കണ്ടീഷൻ എന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾ എപ്പം വിളിച്ചാലും അവൻ അവൈലബിൾ ആയിരിക്കണം. അങ്ങനാണെങ്കിൽ ഞങ്ങൾ ചെറുക്കനെ ഞങ്ങൾക്ക് പെണ്ണിനെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ വിഷമിച്ച് ഈ പോലീസുകാരനോടും അയാൾ സംസാരിച്ചിട്ട് അത് ഓക്കെ ആക്കി ഞങ്ങളിങ്ങനെ CAയുടെ റൂമിലേക്ക് കയറി ചെല്ലുക. അപ്പോൾ അവിടോട് ചെന്നപ്പോഴത്തേക്ക് ഇത് പറയുന്നതിന് തൊട്ട് മുന്നായിട്ട്, അതാണ് മിറക്കിൾസ് ഡു ഹാപ്പൻ. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് ഈ മിറക്കിൾസിൽ. സോ ഞാൻ അങ്ങോട്ട് കയറി ചെന്ന ആ സമയത്ത് ഒരു കോള് വരുവാണ്. അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്താൽ പറ്റും? ഇവരിങ്ങനെയുള്ള പ്രതികളെ പോലെ ഇങ്ങനെ സൈഡിൽ നിൽക്കുക പോവാൻ വേണ്ടിയിട്ടും. അപ്പം എനിക്കങ്ങ് വിഷമമോ. അപ്പം SP ഓഫീസിൽ നിന്നുള്ള കോളായിരുന്നു, SP-യുടെ. ആരോട് ചോദിച്ചിട്ടാ നിങ്ങളിപ്പോൾ അവരെ പറഞ്ഞു വിടുന്നതെന്ന് ചോദിച്ചു. പെൺകുട്ടി പ്രായപൂർത്തിയായതല്ലേ, ആ കുട്ടിയുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് മറ്റവന്മാരെ പറഞ്ഞു വിട്ടു, അവരുടെ ID ഒക്കെ വാങ്ങിച്ചു വെക്കാനെന്നും പറഞ്ഞു. അപ്പോൾ ഒരു ചിരിയാണോ കരച്ചിലാണോ എന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. സന്തോഷ സ്റ്റോറി എടുക്കാൻ വന്നു ഈ പെങ്കൊച്ചെന്നെ പറഞ്ഞു വിഷമിപ്പിക്കും. ആ ഒരു മൊമെന്റ് ഉണ്ട്, അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാൻ എനിക്ക് അറിയത്തില്ല. കാര്യം ഇവർക്ക് അത് അറിയത്തില്ല ശരണി. ഇവർക്ക് അതിന്റെ ആ ഒരു സീരിയസ്നെസ് അപ്പോഴും ഇതുങ്ങൾക്ക് കാര്യങ്ങൾ എന്തോ ഇവിടെ നടക്കുന്ന, അല്ലെങ്കിൽ ഇവർക്ക് ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. ലാംഗ്വേജ് അങ്ങനെ 5 months in Daya's house. You learn Malayalam? അമ്മ പഠിപ്പിക്കും ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ. क्या words है? कुछ words. कौन सिखाया? आंटी. അത് മലയാളം അല്ല, അത് ഇംഗ്ലീഷ്. आंटी सिखाई. एक दो बार जैसे വെള്ളം ഓക്കെ അത്യാവശ്യമൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഭക്ഷണം, വെള്ളം, और स्वीट को मदिरा. तो फिर थोड़ा मतलब ठीक है को नहीं समझने को മനസ്സിലായോ? अंगूर को भी മുന്തിരി. അവിടെ ഒരു പപ്പിയുണ്ട്, അതിനെ അമ്മ ചിലപ്പോ മുന്തിരി മുന്തിരി എന്നിങ്ങനെ വിളിക്കും. അത് വെച്ചിട്ട് അമ്മ അങ്കൂർ എന്ന് വെച്ചാൽ ഗ്രേപ്സ്, അതിന് മുന്തിരി. അതുകൊണ്ട് കുറെ മലയാളം, അതായത് മലയാളവും ഹിന്ദിയും കൂടെ മിക്സ് ചെയ്ത് അമ്മ പറയുമ്പം പുള്ളിക്കാരത്തേക്ക് മനസ്സിലാവും ഇന്ന കാര്യങ്ങളാന്നൊക്കെ ഉള്ളത്. പിന്നെ കുറെ കേരള സ്റ്റൈൽ സാമ്പാർ, ഇഡ്ഡലി, മസാല ഇല്ലാത്ത ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അമ്മ ഉണ്ടാക്കുന്ന ഫുഡെല്ലാം പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ. ഹാപ്പി ആയി പോയി വരൂ. ഓൾ ദ ബെസ്റ്റ്. ഒരിക്കൽ കൂടി സേ ടു ഗാലിബ് ഞാൻ ഹായ് പറഞ്ഞോളൂ. ഓക്കെ ആൻഡ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് നിനക്കും അടിപൊളി. കാരണം ഇവളെ ഇരുത്തിച്ചേച്ചല്ലേ, ഇവളെ ഞാനൊന്ന് ഇരുത്തിയതാണ്. ഇവളെന്നൊക്കെ ചുമ്മാ പറയുന്നത് കേട്ടോ. വക്കീല് വലിയ തിരക്കുള്ള ഞങ്ങൾക്കിടയിൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് നമുക്കിടയിൽ ഈ ബന്ധം വളർന്നത്. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാനും വിളിക്കാം. എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ, നിസ്സാരം ഒരു സ്റ്റോറി എടുക്കാൻ പോകുമ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ വക്കീലെ കേസായ വക്കീലേക്കണം, ധൈര്യത്തോടെ നീ ചെയ്യുന്ന പറയുന്ന ഒരാളാണ്. ഇരുത്തി ചെയ്യിച്ചതല്ല, എണീറ്റ് നിന്നാൽ ഞാൻ ഇങ്ങനെ നോക്കേണ്ടി വരുന്നതിനാൽ ഞാൻ ഇരുത്തിയതാണ്. എന്താണെങ്കിലും ഗയ ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞില്ല, നമുക്ക് വാക്കാൽ എല്ലാവർക്കും പറയാം കൂടെ ഉണ്ട് എന്നുള്ളത്. എനിക്കും പറയാൻ പറ്റും കൂടെ ഉണ്ട് എന്നുള്ളത്. അത് സിമ്പിളാണ്. അത് ചിലപ്പോൾ ആ ഒരു നിമിഷം നമുക്ക് കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ കൂടെ ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ കൂടെ ഉണ്ടാവുക എന്നുള്ളത് തെളിയിച്ച ഒരാളാണ്. ഇത് പോയി കഴിഞ്ഞാലും എന്റെ തലമുണ്ടയ്ക്ക് തന്നെയാണ് കാര്യം. ഞാനത് എപ്പോഴും ആശയമെടുക്കെ പറയും, എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാണെങ്കിൽ എന്നെ കോൾ ചെയ്യുക. കാര്യം എന്ത് തന്നെ ഉണ്ടായാലും ഞാനുണ്ട് സപ്പോർട്ട് ചെയ്യാൻ. കാര്യം എന്റെ മോളിലാണ് നിന്റെ റെസ്പോൺസിബിലിറ്റി മൊത്തം. അതന്നെ. Don't take any foolish decision. If you want anything, you just call her. Okay. We all are waiting here. Okay, thank you. ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി ഇവളെ ആരും സ്വീകരിച്ചില്ലെങ്കിലും ഞാൻ എന്റെ വീട്ടിൽ തന്നെ നിർത്തി. എന്താ ശരി എന്നാ. താങ്ക് യു. ഓക്കെ.